വാർത്തകളിലേക്ക് മഴയൊഴിഞ്ഞിട്ടും വെള്ളക്കെട്ട് ഒഴിഞ്ഞുപോകാത്ത കുട്ടനാട്ടിൽ ശവസംസ്കാരം പോലും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ 5-ാം തീയതി മരിച്ച പുന്തുരുത്തി സ്വദേശി പൊടിയന്റെ മൃതദേഹം വള്ളത്തിൽ തിരുവല്ല കുറ്റപ്പുഴ സഭാ സെമിത്തേരിയിൽ എത്തിച്ച് സംസ്കരിച്ചു. മൃതദേഹം തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ ഒരാഴ്ച സൂക്ഷിച്ചെങ്കിലും വെള്ളപ്പൊക്കം ഒഴിഞ്ഞുപോകാത്തതിനാൽ സംസ്കാരം നടത്തുകയായിരുന്നു. നെടുമ്പുറത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ക്രമീകരിച്ച പന്തലിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടത്തിയത്. അമൽ സുരേന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അമൽ, മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ആ പ്രതിസന്ധി പൂർണ്ണമായി മാറുന്നില്ല. രുചീഷ്, കുട്ടനാടിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ എപ്പോഴുമുള്ള ദുരിതമാണിത്. ഈ മഴക്കാലത്ത് ഒരു മരണമുണ്ടായാലാണ് ആളുകൾ ഏറ്റവും കൂടുതൽ അതിൽ വേദനിക്കുന്നത്, അതിൽ പ്രയാസം നേരിടുന്നത്. അതിന്റെ ഭാഗമായി ഈ ശവസംസ്കാരം പോലും നടത്താൻ കഴിയാത്ത സ്ഥിതിഗതികൾ ഇത് ആദ്യത്തേതല്ല. എല്ലാ മഴക്കാലത്തും കുട്ടനാടിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഓഗസ്റ്റ് 5-ന് ആണ് തലവടി പുന്തുരുത്തി പുല്ലാടിയിൽ പൊടിയന്റെ മരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മൃതശരീരം സംസ്കാരം നടത്തുവാൻ വേണ്ടിയിട്ട് കുടുംബം എല്ലാം പ്രയാസപ്പെടുകയായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിൽ ഇടത്തേല് സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സ്ഥലം ലഭിക്കാത്തതിനെ തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. ജലനിരപ്പം താഴ്ന്നതോടെയാണ് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ഈ മൃതദേഹം കുടുംബ വീട്ടിൽ എത്തിച്ചത്. തുടർന്ന് നെടുമ്പുറത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലായിരുന്നു ക്രമീകരണം നടത്തുകയും ഈ പന്തലിടുകയും സംസ്കാര ചടങ്ങുകളെല്ലാം നടത്തുകയും ശുശ്രൂഷകൾ നടത്തിയതിനു ശേഷം പിന്നീട് ഈ ഭാഗത്ത് തന്നെയുള്ള അദ്ദേഹത്തിന്റെ ഇടവക പള്ളിയിൽ സംസ്കരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉള്ളതിനാൽ മൃതദേഹം തിരുവല്ല കുറ്റിപ്പുഴ സഭാ സെമിത്തേരിയിലേക്ക് മാറ്റി അവിടെ സംസ്കരിക്കുകയാണ് ഉണ്ടായത്. വെള്ളപ്പൊക്കത്തിൽ ദുരിതം പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയ സാഹചര്യത്തിലായിരുന്നു ഈ ഒരു സംസ്കാരം നടന്നത് എങ്കിൽ തന്നെയും ജലനിരപ്പ് താഴ്ന്നു വരുന്നുണ്ട് എങ്കിൽ തന്നെയും കുട്ടനാട്ടിലെ പല പ്രദേശങ്ങളിലും ജനജീവിതം ഇപ്പോഴും സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. രുചീഷ്. ശരി അമൽ.